ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുക. അപ്പം ഇന്നത്തേത് ഒരു നോർമൽ ഡേ ആണ് കേട്ടോ. ഒരുപാട് പുതുമകൾ ഒന്നുമില്ലാത്ത നമ്മൾ സാധാരണ ദിവസത്തെ വിശേഷങ്ങൾ കാര്യങ്ങൾ ഒക്കെയാണ് കേട്ടോ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒഴിനായിട്ടൊന്ന് കണ്ടോക്കെട്ടോ. പുതിയതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇന്നത്തെ രാവിലത്തേക്ക് നമ്മൾ വെള്ളപ്പാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം കുറേ ദിവസമായി, കുറേ കാലങ്ങളായിട്ടുണ്ടാവും കേട്ടോ നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കി നോക്കിയിട്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന കുറേ പുട്ട്, ദോശ, പത്തിരി അങ്ങനത്തെ ഐറ്റംസ് തന്നെയാണ് കേട്ടോ രാവിലെ മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കൽ. ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്നൊന്നും അറിയാത്തതുകൊണ്ട് അങ്ങനെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയില്ല. അപ്പം കുറച്ചൊരു 3-4 ദിവസം മുന്നേ നമ്മൾ ഉണ്ടാക്കി നോക്കിയപ്പം എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിട്ടോ. അപ്പം ഇന്നും അതന്നെ അങ്ങ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് ഉണ്ടാവുക. സ്കൂളിൽ പോകുന്നവരും പിന്നെ ചിലപ്പം കറികൾ ഉണ്ടാക്കാനുണ്ടാവും, അങ്ങനെ ഒക്കെ കൂടെ ഒരു തിരക്കാണ് കേട്ടോ രാവിലെ ഉണ്ടാവുക. അപ്പം ഇന്നിപ്പം ചട്നിയൊക്കെ വേഗത്തിൽ അങ്ങ് റെഡിയാക്കി വെച്ചിന്. പിന്നെ വെള്ളപ്പം കുറേശ്ശായിട്ട് അങ്ങനെ ചുട്ടെടുക്കുക. ഒരു ഭാഗത്തുനിന്ന് സ്കൂളിലേക്കുള്ള പരിപാടികളും ഒക്കെ അങ്ങനെ നോക്കുന്നുണ്ട്. രാവിലത്തെ ഈ ഒരു സമയത്ത് വീഡിയോ എടുക്കൽ കുറവാണ് കേട്ടോ. വേറൊന്നുമല്ല, ഞാൻ എണീറ്റ് വരുന്ന സമയത്ത് കൂടുതലും ചിലപ്പം എൻ്റെ കൂടെ അയവും എണീറ്റ് പോകുന്നുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ പിന്നെ അതും വീഡിയോ എടുക്കലും ഒക്കെ കൂടെ അങ്ങനെ ഒരു പണിയായിരിക്കുമല്ലോ. അപ്പം ഇന്നിപ്പോൾ ഓനും നീച്ചു പോകുന്നതാണ്. ഓനക്കുള്ള ചായയൊക്കെ ടേബിളിൽ അങ്ങനെ എടുത്തുവെച്ച് ഇതിലും ചായ കുടിക്കുന്ന പോലെ അങ്ങനെ ഒരുമിച്ച് ഓളോടും പിന്നെ ഇളച്ചനും ഉണ്ടായിട്ടോ തൊട്ടപ്പുറത്ത്. അങ്ങനെ ഓലെല്ലാവരും കൂടെ ഒരുമിച്ച് ഓരോന്നും സംസാരിച്ചൊക്കെ ഇങ്ങനെ ഓരോ കൂടെ ഓനും ചായയൊക്കെ കുടിച്ച്. പിന്നെ രാവിലത്തെ ചായക്കുടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒപ്പരം ആവില്ല കേട്ടോ. എല്ലാവരും ഓരോരോ സമയത്ത് രാവിലെ പോകുന്ന ഒരു സെക്ഷനായിട്ട് ഒരു വേഗത്തിൽ അങ്ങനെ കുടിക്കും. പിന്നെ അമ്ലു മദ്രസൊക്കെ ഇട്ട് വന്നിട്ട് അങ്ങനെ കുടിക്കും. ഓരോരുത്തർ ഓരോരോ സമയത്തായിട്ട് കേട്ടോ രാവിലത്തെ ചായക്കുടി ഉണ്ടാവൽ. അങ്ങനെ നമ്മളും ചായ എടുക്കാൻ വേണ്ടിയിട്ടിരിക്കുക. അപ്പം വെള്ളപ്പത്തേക്ക് ചട്നി കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. നമ്മളിപ്പം ആ ഒരു ബ്രൗൺ കളറിൽ ആ ഒരു ചട്നിയിൽ അതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അതൊക്കെ കൂട്ടി നമ്മളും ചായയൊക്കെ കുടിച്ച്. ഉപ്പയും ഒക്കെ നേരത്തെ കുടിച്ചിട്ടുണ്ടായിട്ടോ. അപ്പം എല്ലാം കൂടെ ഒന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. ചായ കൂടി കഴിഞ്ഞപ്പോൾ കുറച്ചധികം പാത്രങ്ങൾ വരുന്നുണ്ട്. രാവിലെ പൊതുവെ അങ്ങനെയാണ്. ഇപ്പം സ്കൂൾക്കുള്ളതും അമ്ലുവിനും എന്തെങ്കിലുമൊക്കെ കൊടുത്തിടും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പം അതിൻ്റെതും രാവിലത്തതും പിന്നെ കറികളൊക്കെ ഉണ്ടാകില്ല അതും ഒക്കെ കൂടി രാവിലെ എങ്ങനെയായാലും കുറച്ച് അധികമായിട്ട് അങ്ങനെ പാത്രങ്ങൾ ഉണ്ടാവലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ച സമയത്തേക്കുള്ള നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് വേഗത്തിൽ അങ്ങ് കഴുകി വെക്കുക. അയിബു ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഓൻ്റേതായ ഓരോരോ പരിപാടികളിലാട്ടോ. ഇങ്ങനെ ഓൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ കളിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ ഓരോ പണികൾ അപ്പുറത്തങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി കിച്ചണൊക്കെ ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടോ. ഇനിയിപ്പം ഉച്ചക്കത്തെ കാര്യങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അയിബുദ ഹോളിലിരുന്ന് നല്ല കളിയിൽ ആ ഒരു സമയത്ത് സുനു വേഗത്തിൽ അടിക്കൽ തുടക്കൽ അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഓന് രാവിലെ ചായ കൂടി കഴിഞ്ഞാൽ പൊതുവേ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓൻ്റെ ടോയ്സൊക്കെ എടുത്ത് എല്ലാ ദിവസവും ഇങ്ങനെ കുറച്ച് നേരമെങ്കിലും ഇങ്ങനെ കളിക്കണം കേട്ടോ. എന്തെങ്കിലും കളികളോ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം ഓന് അതിന്മേൽ അങ്ങനെ ഉണ്ടാവും. ഇതിപ്പം ദിനോസർ ഉണ്ടാവില്ലേ, ചെറിയ കളിക്കുന്ന കുറേ താറാവുകൾ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. കുതിര അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പം ഇതിപ്പം അതിന് കൂടുണ്ടാക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഓരോന്നൊക്കെ കയറ്റി വെക്കുക. അങ്ങനത്തെ രസമാണ് കേട്ടോ അവരെ കളികൾ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒക്കെ ഓരോ പരിപാടികളാണ് എനിക്ക് ഉണ്ടാവൽ. അപ്പം ഇതിപ്പം അതിന് വാതിലായിരിക്കും, അത് തുറന്നെടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇങ്ങനെ വിളിക്കും കേട്ടോ. അപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം ഇതിപ്പോൾ കൂടൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. ഒക്കെ എല്ലാം കഴിഞ്ഞിട്ടാട്ടോ നമ്മളൊക്കെ വിളിക്കുക കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഓനെ അയിമല്ല തന്നെയാണ്. പിന്നെ കുറേ സമയമൊന്നും ഏത് കുട്ടികളായാലും ഒന്നിൽ തന്നെ അങ്ങനെ നിൽക്കില്ലല്ലോ. എല്ലാം വേഗത്തിൽ അങ്ങ് മടുക്കുമല്ലോ. പിന്നെ നമ്മളാരെങ്കിലും മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയാൽ മുറ്റത്തെ കളികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ മഴ ഇതൊക്കെ ആയതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ മുറ്റത്ത് ഇറങ്ങലുള്ളൂ കേട്ടോ. ഇതിപ്പോൾ അപ്പം ചക്ക ഒന്ന് നമ്മൾ കൂട്ടാനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മുറിച്ചൊക്കെ തന്നിട്ടുണ്ടായിന്. അപ്പം ഞാനിങ്ങനെ അതിൻ്റെ ചവണിയും ഇതൊക്കെ പോക്കിയിട്ട് അങ്ങനെ അരിഞ്ഞെടുക്കുക. അപ്പോൾ ചക്കൻ്റെ സീസൺ കഴിയുന്നതിൻ്റെ മുന്നായിട്ട് നമ്മൾ കുറേ പ്രാവശ്യം ചക്ക കൂട്ടാൻ ഉണ്ടാക്കലുണ്ട് കേട്ടോ. പിന്നെ മഴയൊക്കെ പെയ്താൽ ചക്ക വേഗത്തിൽ അങ്ങ് ചീഞ്ഞ് നിലത്തേക്ക് പോകൂലേ.
അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് തന്നെ കൂട്ടാനുണ്ടാക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പൈപ്പിച്ചിട്ട് അങ്ങനെ കഴിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഒരു ചക്ക അകത്താക്കലുണ്ട് കേട്ടോ. നല്ല ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും. 10 മണിക്കൊക്കെ നമ്മൾ കഞ്ഞിയോ ചക്കയും അല്ലെങ്കിൽ ഉണക്കമീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇപ്പം ഒരു കുറച്ച് ദിവസമായി ഉണ്ടാക്കിയിട്ട്, അപ്പോൾ അതുകൊണ്ട് ഇന്ന് അങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ ഈ ചക്ക എടുത്ത് നോക്കിയപ്പോൾ നല്ലോണം മൂത്തിട്ടുണ്ടായിന്. നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ലോണം മൂത്തിട്ടുണ്ടായിന്. കൂട്ടാൻ്റെ റെസിപ്പി അതൊന്നും ആക്കിയിട്ടില്ല. എപ്പോഴും എത്രയോ പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ചക്ക കൂട്ടാൻ ഉണ്ടാക്കുന്നതും ഇടുന്നതും ഒക്കെ എടുത്തതുകൊണ്ട് തന്നെ അതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. ഇനി അതിലേക്കുള്ള ഐറ്റംസൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം കേട്ടോ. തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പെരിഞ്ചീരവും അങ്ങനത്തെ ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പം ചക്കയ്ക്കുള്ളൊക്കെ ഏകദേശം ഒന്ന് റെഡിയാക്കി വെച്ച്, പിന്നെ നമ്മളെ പുതിയ വീട്ടിൽ സ്റ്റെയറിൻ്റെ പണിക്കാർ ഉണ്ടായിട്ടുണ്ടായിട്ടോ ഇന്ന്. അപ്പം ഓർക്കിങ്ങനെ രാവിലെ നമ്മളൊരു ചായ കൊടുക്കില്ല, അപ്പം ആ ചായയും കൊണ്ട് അങ്ങനെ വന്നതേന്. അപ്പോൾ ആ ഒരു സമയത്ത് കുറേശ്ശെ അങ്ങനെ വീഡിയോ എടുത്താൽ ഏകദേശമൊക്കെ സ്റ്റെയറിൻ്റെ ഈ ഒരു വർക്ക് ചെയ്യാനായിന്. ഇനിയിപ്പം ആ ഒരു സൈഡ് ഭാഗത്ത് ഇപ്പോൾ വെച്ച് തുടങ്ങുന്നുള്ളൂ. ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് മുന്നേ തന്നെ വെച്ചിട്ടൊക്കെ ഉണ്ടായിന്. ആ ഒരു ഭാഗത്തെ പണികളാട്ടോ ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ. അതൊക്കെ കഴിഞ്ഞത് ആ ചക്കക്കൂട്ടാനും ഇവിടെ സെറ്റായിട്ടുണ്ടായിന്. ഉമ്മ അതിങ്ങനെ ഉടച്ചുകൊണ്ട് നിൽക്കുക, നല്ലോണം വെന്ത് അടിച്ചെടുക്കുക കേട്ടോ. പിന്നെ നല്ല മൂത്ത ചക്ക ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ അങ്ങ് റെഡിയാക്കിയിട്ടുണ്ട്. അരപ്പയിലേക്കിട്ട് ഒന്ന് മിക്സാക്കാൻ ഉള്ളതിനും. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ മുകളിലേക്ക് കയറിയതാണ്. അയ്യോ താഴത്ത് ഉപ്പാൻ്റെ കൂടെ ഓരോരോ പരിപാടിയായിട്ട് അങ്ങനെ പോവാണ്. മുകളിൽ നമ്മളിങ്ങനെ ഒന്ന് ക്ലീൻ ആക്കിയിടുക, അടിക്കൽ തുടക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുകളിലേക്ക് കയറിയതിന്. തായ് ഭാഗമാണ് കേട്ടോ നമ്മളെല്ലാ ദിവസവും അടിക്കലും തുടക്കലൊക്കെ. മുകളിൽ ഇങ്ങനെ 2-3 ദിവസം കൂടുമ്പം അങ്ങനെയൊക്കെയാണ് ക്ലീൻ ആക്കിയിടൽ. ഇപ്പം 2-3 ദിവസമായിട്ടോ ഇപ്പോൾ നമ്മളിങ്ങനെ തുടച്ചിട്ടൊക്കെ. അപ്പം അതൊക്കെ ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് കയറിയതിന്. ഒരുപാട് പൊടികളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ വേനൽക്കാലം ആ ഒരു സമയത്തൊക്കെ നല്ലോണം കേട്ടോ. നമ്മൾ ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ നല്ലോണം പൊടികളൊക്കെ ഉണ്ടാവും. ഇപ്പം ഇങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ട് ഒരുപാടായിട്ടൊന്നും അങ്ങനെ ഉണ്ടാവുന്നില്ല. അപ്പോൾ നമുക്കിങ്ങനെ 3-4 ദിവസം കൂടുമ്പോഴൊക്കെ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ആദ്യമൊക്കെ വെക്കേഷൻ സമയത്തൊക്കെ നമ്മളിവിടെ ഇരുന്ന് സ്ഥിരമായിട്ട് TV കാണലും അങ്ങനെയൊക്കെ ആകുമ്പം ഓരെന്തെങ്കിലും ഫുഡ് കഴിക്കുന്നോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ പിന്നെ ക്ലാസ്സും ഒക്കെ ഉള്ളതുകൊണ്ട് കുറവാണ് കേട്ടോ മുകളിലേക്ക് അങ്ങനെ കയറലും ആക്കലൊക്കെ. പിന്നെ വേഗത്തിലൊക്കെ ഒന്ന് അടിച്ചു വാരി ഒന്ന് തുടച്ചൊക്കെ ഇട്ടിട്ടോ. അതൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വന്ന് അപ്പോഴേക്കും ചോറും കറികളും ഒക്കെ റെഡി ആയിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇതിലാണല്ലോ നമ്മൾ ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കുക. കല്ലുപ്പ്, പൊടിപ്പ്, അച്ചാറ് അങ്ങനത്തെ ഇട്ടേക്കൽ ഇങ്ങനത്തെ പാത്രങ്ങളിലാണ്. അപ്പം ഉപ്പൊക്കെ ഇട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മളെ കൈക്കടത്തലുകൾ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ നമ്മൾ കറി പെട്ടെന്ന് ആ ഒരു തിരക്കിലൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും അതിലിങ്ങനെ ഉണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കി കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക. നമുക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനത്തെ പാത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരുപാടുണ്ടെങ്കിലും എവിടെ കണ്ടാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവരും. പിന്നെ ഒരു വേറെ രസമാണല്ലോ ഇങ്ങനെ കിച്ചണിൽ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കാണാനും വേറെ രസമാണ്. അയിപ്പോൾ ഈ സമയത്തൊക്കെ മുറ്റത്ത് നല്ല പരിപാടിയിലാട്ടോ. നമ്മുടെ മീനുകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നു. ഓന് അതിൻ്റെ കൂടെ തന്നെ ഓരോ കൂടെ അങ്ങനെ നിൽക്കുക. അപ്പോൾ മീനുകൾ നമ്മൾ ഒരു ദിവസം ക്ലീൻ ആക്കി പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ നല്ലോണം മാറിയിട്ടുണ്ടാവും. ഇതിപ്പം കുറച്ച് ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികമായിട്ട് തന്നെ ക്ലീനിങ്ങും പണികളൊക്കെ ഉണ്ട്. അപ്പം ഓനിങ്ങനെ അതിൻ്റെ ഒക്കെ ഓരോതായിട്ട് കുറേ സമയം മുറ്റത്തേന്. ഇപ്പോൾ ഇതാ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ നിറച്ചതിൻ്റെ ശേഷമായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിന്. ഇപ്പോൾ ഇതാ മീനൊക്കെ ഇങ്ങനെ നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. നമ്മളിപ്പം മീനിൻ്റെ ഇങ്ങനെ തീറ്റൊക്കെ ഇട്ടെടുക്കുമ്പോൾ ഓലിങ്ങനെ ഒരുമിച്ച് വന്ന് ഇങ്ങനെ ഇതാക്കുന്നേ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ മീനെങ്ങനെ നല്ലോണം കാണാൻ പറ്റില്ല. വെള്ളമൊക്കെ നല്ല കറുപ്പ് കളറിലായിട്ട് അങ്ങനെ ഉണ്ടാവുക.
അപ്പോൾ ഇന്നിപ്പോൾ ക്ലീൻ ആക്കിക്കൊണ്ട് ഇതാ നല്ല രസമുണ്ട് കേട്ടോ, ഓരോന്നും ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഓനക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ഇഷ്ടമായതുകൊണ്ട് കുറേ നേരം ഇത് ക്ലീൻ ആക്കുന്നതിൻ്റെ പണികളായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇനി പിന്നെ അതിൽ ഇറങ്ങാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടുത്തുണ്ടെങ്കിൽ, അല്ലാതെ അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് വരികയോ അങ്ങനത്തെ പണികളൊന്നും ഇല്ല കേട്ടോ. പിന്നെ തീറ്റൊക്കെ ഇട്ടെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐബൂനാലും അതിനൊക്കെ ഉണ്ടെങ്കിലും രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടം. നമ്മൾ കയ്യിലൊക്കെ കൊടുത്താൽ രണ്ടാളും ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള കുഞ്ഞുങ്ങളാട്ടോ, ചെറിയ ചെറിയ മീൻ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിങ്ങനെ എണ്ണ എടുക്കാൻ പറ്റില്ല, അത്രമാത്രം ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ പൊട്ടായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം രണ്ടും ഒരുമിച്ച് ഇങ്ങനെ ഇട്ടാൽ ചിലപ്പം ആ വലിയ മീനുകൾ തന്നെ ചെറിയ മീൻ കുഞ്ഞുങ്ങൾ അങ്ങനെ തിന്നു പോവും. അതുകൊണ്ട് രണ്ടും അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വെച്ചതാണ്. കാണുമ്പോൾ ഇതാ ഒരു പൊടി പോലും നമുക്ക് വീഡിയോയിലൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ, അത്രക്കും കുഞ്ഞായിട്ടാണ് ഉള്ളത്. അപ്പം അതങ്ങനെ മാറ്റി നമ്മൾ അതിന് വേർതിരിച്ച് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അതാ കുഞ്ഞു കുഞ്ഞു മീനുകൾ കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളെ കാര്യങ്ങളൊക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.